ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുള്ള കുറച്ച് ജീവികളെ കുറിച്ചാണ്. അതായത് ബുദ്ധിയുള്ള ജീവികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കുന്ന ജീവികളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ആവശ്യത്തിന് ബുദ്ധി കാണിക്കുന്ന കുറച്ച് ജീവികളെ കുറിച്ചാണ്. ഉദാഹരണത്തിന് ഈ അണ്ണാന്മാരൊക്കെ വേനൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഈ നട്ടും അങ്ങനെ സംഭവങ്ങളൊക്കെ ശേഖരിച്ച് വെക്കില്ലേ. പിന്നെ ഈ ബീവർ വെള്ളം തടഞ്ഞു വയ്ക്കാനായിട്ട് ഡാം കിട്ടില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിശക്തികളാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത് ഒറാങ്കുട്ടാനാണ്. എന്ത് ആറാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറകെന്ന് പറയുന്നത് ഇത്തിരി കൂളായിരിക്കും എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ഒറാങ്കുട്ടൻ എന്ന് പറയുന്നത് ഈ പ്രിമേറ്റ്സ് വർഗ്ഗത്തിൽ തന്നെ ഈ ചിമ്പാൻസിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ബുദ്ധിയുള്ളൊരു ജീവിയാണ്. സൗത്ത് ഏഷ്യയിലാണ് ഇതിനെ മെയിനായിട്ട് കണ്ടുവരുന്നത്. ഇത് നമ്മൾ ഈ പീപ്പിളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ സിമ്പിളും പിന്നെ ഓരോ സൗണ്ടുകളും വെച്ചിട്ട്. പിന്നെ ഈ ഒറാങ്കുട്ടാന് പലതരത്തിലുള്ള ടൂൾസും ഉപയോഗിക്കാൻ പറ്റും. ടൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവറും ചുറ്റിക്കൊന്നല്ല സംഭവം ഉദ്ദേശിക്കുന്നത്, ഈ കല്ലുകളും പിന്നെ കമ്പുകളൊക്കെയാണ് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ ചില ഒറാങ്കുട്ടാന് സൈൻ ലാംഗ്വേജസും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആറാമത്തെ ലിസ്റ്റിൽ ഈ ഒറാങ്കുട്ടാനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ എല്ലാവരും കണ്ടുപരിചയമുള്ള ഒരു ജീവിയാണ് കാക്ക. അതായത് നോൺ പ്രിമേറ്റിൽ വെച്ചിട്ട് ടൂൾസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഈ കാക്ക എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ പുറത്തെങ്ങാനും വെള്ളം വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കൊക്ക് എത്തിയില്ലെങ്കിൽ കുറേ കല്ലുകളൊക്കെ പറക്കിയിട്ടിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടിയിട്ട് അത് വെള്ളം കുടിക്കുന്നത്. അത് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിശക്തിയുടെ ഒരു അടയാളമാണ്. പിന്നെ ചിലർ പറയണത് ഈ കാക്കയ്ക്ക് 7 വയസ്സുകാരൻ്റെ ബുദ്ധി ഉണ്ടാകുമെന്നൊക്കെയാണ്. ഇതൊന്നുമില്ല, എന്നാലും ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ കാക്കകൾ ഓരോ വടിയും പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ ടൂൾസായിട്ട് ഉപയോഗിക്കും. പിന്നെ ഓരോ ആൾക്കാരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് കാക്കയ്ക്ക് പറ്റുമെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുഖം തിരിച്ചറിയാൻ പറ്റുന്നതാണ് ആൾക്കാർ പറയണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാക്കയ്ക്ക് 5ാം സ്ഥാനം കൊടുക്കാം. അടുത്ത് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ആനകളാണ്. അതായത് ആനകൾ ഒരിക്കലും ഒരു കാര്യവും മറക്കില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് നല്ല ലോങ് ടൈം മെമ്മറിയാണുള്ളത്. പിന്നെ ആനയ്ക്ക് ബാക്കിയുള്ള ആനകളുമായിട്ടൊരു എംപതി ഉണ്ട്. അതായത് ബാക്കിയുള്ള ആനകളിനെ അവർ കെയർ ചെയ്യും. കൂടെയുള്ള ആനകൾ മരിക്കുമ്പോൾ അതിൻ്റെ വിഷമത്തിൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആനകളിനെയൊക്കെ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതായത് ആനകൾക്ക് ഭയങ്കര കെയറിങ് ആണ് സ്വന്തം ആൾക്കാരെയൊക്കെ ആയിട്ട്. പിന്നെ ആനകൾക്ക് ഈ പാട്ട് ഇഷ്ടമാണ്. അതും പറയാനായിട്ട് ചില ആനകളൊക്കെ പടം വരയ്ക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ആനകൾക്ക് മറ്റേ മനുഷ്യന്മാരുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. ആനയ്ക്ക് ഇത്രയും ബുദ്ധിയുള്ള ആന കൊണ്ട് തന്നെയാണ് ഈ പണ്ട് കാലത്ത് ഇപ്പോഴൊക്കെ ഈ ആനേനെ സർക്കസിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. കാരണം ആനയ്ക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ് ബാക്കിയുള്ള ജീവികളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ആനയ്ക്ക് നമ്മുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനം കൊടുക്കാം. ഈ ഡോൾഫിനുകൾ കളിക്കണ കാണാൻ നല്ല രസമാണ്. ഈ ഡോൾഫിനുകളുടെ പരിപാടിയൊക്കെ നമ്മളൊക്കെ വല്ല ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 3ാമതായിട്ട് വരുന്നത് ബോട്ടിൽനോസ് ഡോൾഫിൻ എന്ന് പറഞ്ഞ ജീവിയാണ്. അതായത് അവരുടെ ശരീരത്തിന് വെച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല വലിയൊരു ബ്രെയിൻ ഉണ്ട്. അതായത് ഏകദേശം 1.5 കിലോ വരും ഇവരുടെ തലച്ചോറെന്ന് പറയാനായിട്ട്. ഇവർ മനുഷ്യന്മാരെ രസിപ്പിക്കാനായിട്ട് ഈ വെള്ളത്തിലെ കുമ്പളകളൊക്കെ വിട്ട് കളിക്കാറുണ്ട്. പിന്നെ അവർ ബോളൊക്കെ വെച്ച് കളിക്കണ കാണാനും നല്ല രസമാണ്. പിന്നെ അവർക്ക് സെൽഫ് അവയർനെസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ അവനോട് നിർത്തുകയാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാവാൻ പറ്റും അത് അവരുടെ പ്രതിരൂപമെന്ന്. ചില മൃഗങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് അത് അവർ തന്നെയാണോ എന്നൊക്കെ. പിന്നെ അവരെല്ലാ കാര്യങ്ങളും നല്ല പെട്ടെന്നാണ് പഠിച്ചെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ 3ാം സ്ഥാനം നമുക്ക് ബോട്ടിൽനോസ് ഡോൾഫിനെ തന്നെ കൊടുക്കാം. അപ്പോൾ 2ാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് നിങ്ങൾ പലരും ഗസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ശരി തന്നെയാവും. നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്പാൻസിയാണ്. ചിമ്പാൻസി നല്ല പ്രോബ്ലം സോൾവേഴ്സാണ്. പിന്നെ അവർക്ക് പലതരത്തിലുള്ള ടൂൾസൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മനുഷ്യന്മാരുണ്ടാക്കുന്ന ചെറുവക പ്രോബ്ലംസൊക്കെ അവർ തരണം ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചിമ്പാൻസിയാണ് നമ്മുടെ ലിസ്റ്റിൽ 2ാമതായിട്ട് വരുന്നത്. പിന്നെ ചിമ്പാൻസിക്ക് നല്ല ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്. ഒരു സ്ഥലത്ത് ഇതുപോലെ ഷോർട്ട് ടൈം മെമ്മറി പരീക്ഷിക്കാനായിട്ട് കുറച്ച് മനുഷ്യന്മാരെയും പിന്നെ ചിമ്പാൻസിനെ ഇങ്ങനെ ഇരുത്തി റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ചിമ്പാൻസി മനുഷ്യന്മാരെക്കാൾ ഒരു പൊടിക്ക് നല്ല ബെറ്ററായിട്ട് ചെയ്തു എന്നാണ് റിസൾട്ട് വന്നത്. അതായത് ചിമ്പാൻസിക്ക് നല്ല ഷോർട്ട് ടൈം മെമ്മറി ഉണ്ടെന്നാണ് ഇതിനർത്ഥം. അപ്പോൾ എന്തുകൊണ്ടും ചിമ്പാൻസി തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ 2ാമത് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മൃഗങ്ങളുടെ കാര്യമാണ് ഇതുപോലെ ഇൻ്റലിജൻസ് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിച്ചു. അടുത്തതായിട്ട് ലിസ്റ്റിൽ വരുന്നത് ഇവരിനൊക്കെ കടത്തി വെട്ടുന്ന ഒരു സംഭവമാണ്. അതായത് ഇനി പറയാൻ പോകുന്ന ആളുടെ 39% ഈ ചിമ്പാൻസിക്ക് ബുദ്ധിയുള്ളൂ. അടുത്തതായിട്ട് വരാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഒരു മൃഗം എന്ന് പറയാൻ പറ്റില്ല, ജീവി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരാൻ പോണത് നമ്മളൊക്കെയാണ്. അതായത് നമ്മുടെ ലിസ്റ്റിൽ 1ാമതായിട്ട് വരുന്ന ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്.
അതായത് നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും, മനുഷ്യന്മാരെക്കാളും ബുദ്ധിയുള്ള ജീവികളുടെ ഒന്നും ഇതേവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയുള്ള ജീവികൾക്കൊന്നും മനുഷ്യന്മാരത്ര ബുദ്ധി കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പം എന്തുകൊണ്ടും മനുഷ്യന്മാർ തന്നെയാണ് നമ്മളുടെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കാട് വെട്ടിത്തെളിച്ച് ബിൽഡിങ്ങുകൾ പണിതു, വികസനം, ടെക്ക്, എന്തുകൊണ്ടും മികച്ചതായിട്ട് നിൽക്കുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. പിന്നെ ഈ വീഡിയോ ചെയ്തേക്കുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ്. ഈ വീഡിയോ കാണാൻ പോണത് ഒരു മനുഷ്യന്മാരാണ്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെങ്കിൽ അതും മനുഷ്യന്മാർ തന്നെയാണ്. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതും മനുഷ്യന്മാർ തന്നെയാണ്. അപ്പം എന്തുകൊണ്ടും മനുഷ്യന്മാർ തന്നെയാണ് ഏറ്റവും ബുദ്ധിപതിയായ ജീവികൾ. എല്ലാവർക്കും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇപ്പോൾ നമ്മൾ ജീവിവർഗത്തിലെ ബുദ്ധിയുള്ള ജീവികളിലൊക്കെ കണ്ടു. ഇനി ഏറ്റവും ബുദ്ധി കുറഞ്ഞ ജീവി ഏതാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതും കൂടി ഞാൻ ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ബുദ്ധി കുറഞ്ഞ ജീവിയായിട്ട് കണക്കാക്കുന്നത് സ്ലോത്തിനെയാണ്. അതായത് അവർ ദിവസം മൊത്തം കിടന്നുറങ്ങും. ചിലപ്പം മരം കയറുമ്പോൾ അവരുടെ സ്വന്തം കൈയും കാലും മരത്തിൻ്റെ വല്ല കമ്പാണെന്ന് വിചാരിച്ചിട്ട് അതുമ്പോൾ പിടിച്ചിട്ട് നിലത്ത് വീണിട്ട് ചത്ത സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അവരാണ് ജീവിവർഗത്തിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിയില്ലാത്തവരായിട്ട് നമ്മൾ കണക്കാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം. നമ്മുടെ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാം. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല കണ്ടൻറ്റുകൾ വീണ്ടും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് കുറേ നോട്ടങ്ങൾ അച്ചടിച്ചിട്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് നമ്മുടെ ഈ ദാരിദ്ര്യങ്ങൾ ഇല്ലാണ്ടാക്കി കൂടെ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ല പ്രശ്നങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേ സംശയമുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് സംശയം തീർക്കണതാവും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്ത് വെച്ച് എൻ്റെ ഒരു പ്ലേലിസ്റ്റോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടോളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.